നമസ്കാരം. കടക്കുപുറത്ത് എന്നുള്ള ആ ഒരു പദപ്രയോഗം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായാണ് ഇപ്പോൾ ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യവട്ടം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് RSS നേതാക്കളും സർക്കാരുമായുള്ള ചർച്ചയ്ക്കായി എത്തിയ മുഖ്യമന്ത്രി അവിടെ മാധ്യമപ്രവർത്തകർ എത്തിയത് കണ്ട് വല്ലാതെ ക്ഷുഭിതനാവുകയായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം അട്ടഹസിച്ചത് മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന്. വീണ്ടും പലതവണ അദ്ദേഹം കടക്കുപുറത്ത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം എല്ലാ കാലത്തും മാധ്യമങ്ങളോട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു ദൃശ്യം ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. മാധ്യമപ്രവർത്തകരെ മസ്കറ്റ് ഹോട്ടലിലെ ചർച്ച നടക്കുന്ന ഹാളിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് മാത്രമേ മുഖ്യമന്ത്രി ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ. എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞത് എന്നുള്ള കാര്യം ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടുമില്ല. അതിന് കാലാകാലങ്ങളിൽ അദ്ദേഹം ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ തൃപ്തികരമല്ല. ഏതായാലും ഇപ്പോൾ വീണ്ടും വരികയാണ് കടക്കുപുറത്ത്. അത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നല്ല, മുഖ്യമന്ത്രിയുടെ തന്നെ ഈ വാക്കുകൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് UDF. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ലക്ഷ്യ 2026 എന്ന ആ പഠന ക്യാമ്പിൽ വെച്ച് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്ന സുനിൽ കനകോല് തന്നെയാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കേരള മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ശകാരിച്ച അതേ വാക്കുകൾ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ പ്രയോഗിക്കുക എന്നുള്ളതാണ് കനകോല് മുന്നോട്ട് വെച്ച ആ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കുറി UDF തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രംഗത്തിറങ്ങുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന മുദ്രാവാക്യം കടക്കുപുറത്ത് എന്ന് തന്നെയായിരിക്കും. അതായത് പിണറായിയോടും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരോടും അധികാരത്തിൽ നിന്ന് കടക്കുപുറത്ത് എന്ന് പറയും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള വളരെ രസകരമായ ഒരു സംഭവമായി ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓസ്ട്രേലിയയിലെ ആദിവാസികൾ ഉപയോഗിക്കുന്ന ബൂമറാങ് എന്ന ഒരു ആയുധമുണ്ട്. അത് എറിയുന്ന ആളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തുക എന്നുള്ള ആ ഒരു രീതി അതുതന്നെയായിരിക്കും ഒരുപക്ഷെ പിണറായിക്കും സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഈ ഒരു ക്യാമ്പ് അവർക്ക് ഏറെ ആത്മവിശ്വാസം പകരുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ ഏത് തരത്തിലുള്ള ക്യാമ്പുകൾ നടക്കുമ്പോൾ അവിടെ കൂട്ടയടിയും മറ്റ് കശപിശ എല്ലാം ഉണ്ടാകുന്നത് സ്ഥിരം പതിവാണ്. പക്ഷേ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ ചിട്ടയോടുകൂടി അങ്ങേയറ്റം അന്തസ്സോടുകൂടി തന്നെയാണ് ഈ ഒരു 2 ദിവസത്തെ ക്യാമ്പ് നടന്നത്. അവിടെ വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. ഓരോരുത്തരും പറയുന്ന അവരുടെ ന്യായവാദങ്ങൾ കേൾക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു. മാത്രമല്ല AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് പോലും തൻ്റെ ഔദ്യോഗിക തിരക്കുകൾ മാറ്റിവെച്ച് അദ്ദേഹം മുഴുവൻ സമയവും ഈ ക്യാമ്പിൽ തന്നെ പങ്കെടുക്കുകയും അവിടെ കേട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ഏകോപിപ്പിച്ച് സംസാരിക്കുക തന്നെ ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇത് സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ മാർഗ്ഗരേഖ അവിടെ അവതരിപ്പിച്ചത്. 100 സീറ്റ് എന്ന ലക്ഷ്യം ഇട്ട് മുന്നേറണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ UDFൻ്റെ പ്രധാന ലക്ഷ്യം. അതിൽ 85 സീറ്റെങ്കിലും നേടി ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവർക്ക് ആത്മവിശ്വാസമുള്ളത്. വയനാട്ടിലെ ക്യാമ്പിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ തന്നെ ശരീരഭാഷയിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, അവരെല്ലാവരും തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തമ്മിലടി അല്ലെങ്കിൽ മന്ത്രി പദവിക്ക് വേണ്ടി തമ്മിലടിയൊക്കെ പണ്ടും അവിടെ സാധാരണയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇക്കുറി കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചൊക്കെ തന്നെ ഇപ്രാവശ്യം കൂടെ അവർക്ക് തിരഞ്ഞെടുപ്പിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. കേരള രാഷ്ട്രീയത്തിൽ പോലും അപൂർവതയായി ഇപ്പോൾ 10 വർഷമായി പിണറായി വിജയനാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇനി ഒരു 3ാം ഊഴം തങ്ങൾക്ക് തന്നെയാണെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടിരുന്ന പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നാട്ടുകാർ നൽകിയ തിരിച്ചടി വലിയൊരു പ്രഹരമായി തന്നെ മാറിയിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ അത് നന്നായി മുന്നോട്ട് ഉന്നയിക്കാനും ഏറ്റെടുക്കാനും കോടതി നടപടിയിലേക്കൊക്കെ പോകാനും ഏറെ സഹായിച്ചത് UDFൻ്റെ തന്നെ നേതാക്കളുടെ നടപടികളായിരുന്നു. അവർക്കത് ഭംഗിയായി മുതലെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ ഒരുപക്ഷെ UDF നേതാക്കൾ പോലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. കണ്ണൂർ കോർപ്പറേഷൻ നേരത്തെ UDFൻ്റെ കൈവശമായിരുന്നുവെങ്കിൽ പോലും കൊല്ലവും തൃശ്ശൂരുമൊക്കെ അപ്രതീക്ഷിതമായി അവർക്ക് വീണ് കിട്ടിയ ഒരു ഭാഗ്യമായി മാറിയിരുന്നു. അതുപോലെ ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ അവർക്ക് വലിയ തോതിലുള്ള വിജയം നേടാൻ കഴിഞ്ഞതൊക്കെ തന്നെ ഈ ഒരു ഒത്തൊരുമയുടെ ഭാഗമായിട്ടാണ്. ഇനിയും പഴയതുപോലെ തമ്മിലടിച്ച് നിൽക്കുകയാണെങ്കിൽ തങ്ങളെല്ലാവരും ഒരുമിച്ച് മുങ്ങുന്ന അവസ്ഥയെത്തുമെന്നുള്ള വാസ്തവം കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അല്ലെങ്കിൽ അണികൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF ഒരുപക്ഷെ കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചില ചെറിയ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ UDF പ്ലസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് എത്രത്തോളം വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല. എങ്കിലും ഇതൊക്കെ തന്നെ ആത്യന്തികമായി ബാധിക്കുക കോൺഗ്രസിനെ തന്നെയാണ്. കാരണം കോൺഗ്രസിനെ സീറ്റ് എടുത്ത് വേണം ഇവർക്കെല്ലാവർക്കും കൊടുക്കാനെന്നുള്ളൊരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. കോൺഗ്രസിലെ തന്നെ ഒരു വലിയ സംഘം
നേതാക്കന്മാർ ഇപ്പോൾ പുരനിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അവർ പലരും മത്സരിക്കാൻ തയ്യാറായിട്ടെത്തും. എംപിമാർ പലരും നിയമസഭയിലേക്ക് മത്സരിക്കാനും അങ്ങനെ ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രിയാവാനും താല്പര്യം പ്രകടിപ്പിച്ച് ഒരുപാട് പേര് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ച് കൊണ്ട് വേണം യു ഡി എഫിന് അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം ഒരുക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും ഒക്കെ തന്നെ. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. സി പി എമ്മിനെ പോലുള്ള ഒരു വളരെ സംഘടിത വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന, താഴെ ബ്രാഞ്ച് തൊട്ട് മുകളിലറ്റം വരെ എല്ലാ ഭാഗങ്ങളിലും അടുക്കും ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, പിന്നെ പിണറായി വിജയനെ പോലെയുള്ള വളരെ കൂർമ്മബുദ്ധിയായ ഒരു നേതാവ് അവരെ നയിക്കാനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ യു ഡി എഫിന് മുന്നിലുള്ള ഭീഷണികൾ തന്നെയാണ്. പക്ഷേ ഒരുമിച്ച് നിന്നാൽ തങ്ങൾക്ക് നേടാൻ കഴിയും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ് യു ഡി എഫ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടി ഒരു ഭാഗമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തന്നെ ശകാരവാക്കായ കടക്കുപുറത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരെ പ്രയോഗിക്കാൻ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കും അവർ ഏർപ്പെട്ടിരിക്കുന്നത്.